ആരവിടെ? അടിയൻ. കനിമൊഴിയെ കൂട്ടിക്കൊണ്ടുവരിക. കൽപ്പന പോലെ. എന്റെ കുട്ടി. കനിമൊഴി എന്ന ഈ പ്രജയുടെ വാക്കിനെ മാനിച്ച് നാം ഈ സഭയിൽ സത്യപരീക്ഷണം നടത്തി. പക്ഷേ ആരും മോഷണക്കാരായി തെളിഞ്ഞില്ല. രത്നഹാരത്തിന്റെ മോഷണത്തിന്റെ തെളിവെടുപ്പിനായി കനിമൊഴി ഈ കർപ്പൂര ദീപത്തിൽ കൈവച്ച് സത്യം ചെയ്യണം. രത്നഹാരം അടിയൻ മോഷ്ടിച്ചിട്ടില്ല. സത്യം, സത്യം, സത്യം. കനിമൊഴിയുടെ മാതുല പത്നിയായ ഭൈരവിയാണ് മാല മോഷ്ടിച്ച് കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ വെച്ചതെന്ന ഒരാവലാതി ഇതിനകം രാജസംശത്തിൽ ബോധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭൈരവിയും ഈ ദീപത്തിന് മുകളിൽ കൈവച്ച് സത്യം ചെയ്യണം. കൽപ്പന കേട്ടില്ലേ? സത്യം ചെയ്യുക. അടിയൻ സത്യം പറയാമേ, രത്നഹാരം കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ ഒളിപ്പിച്ചു വെച്ചത് അടിയനാണ്. സത്യം. മേലധികാരി ഭദ്രമായി അറയിൽ വെച്ച് പൂട്ടിയ രത്നഹാരം നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു? സത്യം പറയുക. പറയാമേ.
കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ ഒളിപ്പിക്കുക എന്നതാണ് ഭൈരവിയുടെ ജോലി. എന്താ ഭൈരവി ഒരു വല്ലായ്മ? എനിക്കാകെ പേടിയാവുന്നു അമ്മാമേ. മഹാരാജൻ ഭഗവാന് സമ്മാനിച്ച രത്നഹാരം കൊണ്ടുള്ള കളിയാണെന്ന് ഓർക്കുമ്പോ ഉള്ളിലാകെ തീ കത്തുകയാണ് അമ്മാമേ. കള്ളി വെളിച്ചത്തായ മഹാരാജൻ എന്റെ തല അരിഞ്ഞത് തന്നെ. ഒന്നും വേണ്ട അമ്മാമേ, കനിമൊഴി ശിവാലയ യാത്രയ്ക്ക് പൊയ്ക്കോട്ടെ. ഭൈരവി വേണ്ട, രത്നഹാരം അമ്മാമ കൊണ്ടുപോയിക്കോളൂ. ഇത്രയ്ക്ക് ഭീരുവാണോ നീ? ഭൈരവി, നിനക്കൊരാപത്ത് സംഭവിക്കില്ല. മഹാരാജനും നിനക്കുമിടയിൽ മേലധികാരി എന്ന നാം ഉറച്ചു നിൽക്കുകയല്ലേ. പേടിക്കാതെ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മണ്ഡപത്തിൽ വന്ന് അല്പനേരം വിശ്രമിക്കുന്ന പതിവുണ്ട് കനിമൊഴിക്ക്. ആ സമയത്ത് നീ ചെന്ന് കനിമൊഴിയുമായി വാക്തർക്കവും കയ്യേറ്റവും ഒക്കെ തുടങ്ങുക. അതിനിടയിൽ രത്നഹാരം അവളുടെ ഭാണ്ഡക്കെട്ടിൽ വെക്കുക. മഹാരാജൻ ഇപ്പൊ ക്ഷേത്രത്തിലുണ്ട്. അദ്ദേഹം മടങ്ങുന്നതിന് മുമ്പായി നീ കാര്യങ്ങൾ സാധിക്കണം. പിന്നീടുള്ള കരുനീക്കങ്ങളൊക്കെ നാം നടത്തിക്കൊള്ളാം. എന്താ ഭൈരവി? നിന്റെ ആജന്മ ശത്രുവിനെ ദീർഘകാലം കാരാഗൃഹത്തിൽ അടയ്ക്കാനുള്ള പണിയാണ് അരങ്ങേറാൻ പോകുന്നത്. അനന്തരവളെ തികഞ്ഞ മനോധൈര്യത്തോടെ കാര്യങ്ങൾ നിറവേറ്റുക. കുട്ടി, അന്നദാനത്തിന് പോകുന്നില്ലയോ? എല്ലാരും പോയി കഴിഞ്ഞു. വേഗം ചെല്ല്. അടിയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്ഷേത്ര മേലധികാരി കരികാലനാണ് രത്നഹാരം അടിയനെ ഏൽപ്പിച്ചത്. അത് കനിമൊഴിയുടെ ഭാണ്ഡത്തിൽ ഒളിപ്പിച്ചു വെച്ചത് അടിയൻ തന്നെയാണ് മഹാരാജൻ. സത്യം, സത്യം, സത്യം. ലജ്ജാവഹം, അപമാനകരം. അതിശ്രേഷ്ഠമായ ശിവാലയ യാത്രയ്ക്ക് പോവാൻ തയ്യാറായ ഒരു ഭക്തയെ കള്ളിയാക്കി കൽത്തുറുങ്കിലടയ്ക്കാൻ മഹാരാജൻ ക്ഷേത്രത്തിന് സംഭാവന നൽകിയ രത്നഹാരം തന്നെ ദുർവിനിയോഗം ചെയ്ത ക്ഷേത്ര മേലധികാരി. ഛേ, അതിനിന്ദ്യമായ അധപ്പതനം. തന്റെ ഭർത്താവിന്റെ അനന്തരവളോട് പക തീർക്കാൻ നിരപരാധിയും അവിവാഹിതയുമായ ഒരു പെൺകുട്ടിയെ കള്ളിയാക്കി കാരാഗൃഹത്തിൽ അടപ്പിച്ച് മാനസികമായി അമ്പെ തകർത്തവൾ ഭൈരവി. സ്ത്രീവർഗത്തിന് തന്നെ നിങ്ങളൊരു അപമാനമാണ്.
രണ്ട് അഭിഷക്ത വ്യക്തിത്വങ്ങൾ. ഇരുവർക്കും അതികഠിനമായ ശിക്ഷ തന്നെ വിധിക്കണം തിരുമനസേ. നിരപരാധിയായ അടിയന്റെ പേരക്കിടാവിനെ ഇനിയെങ്കിലും മോചിപ്പിക്കാൻ കൽപ്പനയുണ്ടാകണം തിരുമനസേ. അടിയങ്ങൾ വന്ന് അങ്ങയുടെ സമക്ഷം ബോധിപ്പിച്ചതൊന്നും വ്യാജമായിരുന്നില്ല മഹാരാജൻ. അടിയനും ഒരപേക്ഷയുള്ളൂ, കനിമൊഴി മോചിപ്പിക്കണം. കനിമൊഴിയെ നാം നിരുപാധികം മോചിപ്പിച്ചിരിക്കുന്നു. മോളെ, കനിമൊഴി മോഷ്ടാവല്ലെന്ന് നാം ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊള്ളുന്നു. കാരാഗ്രഹത്തിൽ കനിമൊഴി അനുഭവിച്ച മഹാവ്യതയ്ക്ക് നിമിത്തമായവനെന്ന നിലയിൽ നാം നിർവ്യാജമായ ഖേദം പ്രകടിപ്പിച്ചുകൊള്ളുന്നു. അരുത്, ഏഴുകളായ അടിയങ്ങളോട് അങ്ങ് ഖേദം പ്രകടിപ്പിക്കരുത്. ഹീനവും അതീവ ഗുരുതരവുമായ കുറ്റം ചെയ്ത കരികാലനും ഭൈരവിക്കും 12 സംവത്സരക്കാലം കഠിന തടവ് പന്തീരിട്ടാണാവ് വിധിച്ചുകൊള്ളുന്നു. അരുത് തിരുമനസ്. വിനാശകാലത്തിൽ ഉദിച്ച വിപരീത ബുദ്ധി മൂലം മഹാ അപരാധം ചെയ്തു പോയി. പൊറുക്കണം തിരുമനസ്. പന്തീരിട്ടാണാവ് ശിക്ഷ ഇളവ് ചെയ്ത് തെരുമാറാകണം. പൊറുക്കണം തിരുമനസ്. തടവ് ശിക്ഷ ഇളവ് ചെയ്ത് തെറ്റുകൾ തിരുത്തി ജീവിക്കാൻ അവസരം നൽകണം. മഹാരാജന്റെ ഹിതം പോലെ ശിക്ഷ വിധിക്കാം. പന്തീരിട്ടാണാവ് ഒഴിവാക്കുന്നു. ഇരുവർക്കും 101 ചാട്ടവാർ അടി വീതം വിധിക്കുന്നു. ആരവിടെ? അടിയൻ. കൊണ്ടുപോയി ശിക്ഷ നടപ്പാക്കുക. കൽപ്പന പോലെ. നടക്ക്. ഇതിൽ രത്നഹാരമാണ്. ഇനി മുതൽ രത്നഹാരത്തിന്റെ സംരക്ഷണ ചുമതല മേൽശാന്തിക്കായിരിക്കും. കൽപ്പന പോലെ. ഭഗവാന്റെ മുന്നിൽ ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാനാവില്ല. സത്യം എന്നായാലും പുറത്തു വന്നിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നടന്നത്. ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. ഗിരികന്യാരമണ, ഭക്ത സംരക്ഷക, പിനാകപാണി, ഭസ്മധാരിൻ, ഭഗവാനെ നന്ദി, 1000 നന്ദി. യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവന്നത് അങ്ങാണ്. എന്റെ പേരക്കുട്ടിയെ മോചിപ്പിച്ചതും
അങ്ങ് തന്നെയാണ്. നന്ദി ഭഗവാനെ, 1000 നന്ദി. വരൂ അമ്മേ. കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടിയല്ലോ. 12 കൊല്ലത്തെ കഠിന തടവാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അത് ഇളവ് ചെയ്തു കൊടുത്തില്ലേ? മീനാക്ഷി, 12 കൊല്ലക്കാലം കാരാഗ്രഹത്തിൽ കിടന്നനുഭവിക്കുന്ന മാനസിക വ്യഥയേക്കാൾ കഠിനമാണ് 101 ചാട്ടവാറടി ഏൽപ്പിക്കുന്ന ശാരീരിക വ്യഥ എന്നറിയുക. കുറ്റവാളികൾ 2 പേർക്കും നല്ല ആരോഗ്യമുണ്ടെങ്കിലും 101 ചാട്ടവാറടി അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. എന്തായാലും ഇനി തൃക്കടേറിയിലേക്ക് ഭൈരവിയുടെ വരവുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. വരവുണ്ടാകും മീനാക്ഷി. മുറിച്ചിട്ടാൽ മുറി കൂടുന്നതിനും അവള് എന്തെങ്കിലും പഴുതുണ്ടാക്കി അവൾ ഇനിയും വന്നിരിക്കും. എന്തായാലും ഭൈരവി രാജാവിന്റെയും രാജ്ഞിയുടെയും നോട്ടപ്പുള്ളിയായി കഴിഞ്ഞു. ഇനി അവർ ആക്രമിക്കാൻ വന്നാൽ മഹാരാജാവിനെ ഒന്ന് അറിയിക്കേ വേണ്ടൂ. ഇന്ന് ഇളവ് ചെയ്ത പന്തീരിഠാണാവ് അന്നവർക്ക് വിധിച്ചിരിക്കും. തിരുമേനിക്ക് സമാധാനിക്കാലോ. രത്നഹാരത്തിന്റെ സംരക്ഷണ ചുമതല കിട്ടിയല്ലോ. ഒക്കെയും തൃക്കടയൂരപ്പന്റെ അനുഗ്രഹം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ, നിങ്ങൾ സമാധാനമായി പോയിക്കൊള്ളൂ. നീ എന്തിനാ കുട്ടി വിഷമിച്ചു നിൽക്കുന്നത്? അധികാരി അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയെങ്കിലും എനിക്ക് പെരിങ്കള്ളി എന്ന ദുഷ്പേര് വീണില്ലേ? ദുഷ്പേരോ? കനിമൊഴി എന്ന പെൺകുട്ടി മോഷ്ടാവല്ല എന്ന് രാജാവ് തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചില്ലേ? ആ വാർത്ത ഇപ്പോ നാടെങ്ങും കാട്ടുതീ പോലെ പടർന്നിട്ടുണ്ടാവും. ഇനി നിന്നെ ആരും കള്ളി എന്ന് വിളിക്കില്ല. കനിമൊഴി, മുത്തശ്ശി പറഞ്ഞതുപോലെ നിന്റെ നിരപരാധിത്വം എല്ലാരും മനസ്സിലാക്കിയില്ലേ? ദേ, ഇനി അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. എല്ലാം ഭഗവാൻ നോക്കിക്കോളും. വാ വാ ചേച്ചി വാ. അമ്മേ, ദേ കനിമൊഴി ചേച്ചി വന്നു. മോളെ, ചേച്ചി, സത്യം തെളിഞ്ഞ ശേഷം നീ തിരിച്ചു വരണേന്ന് ഉള്ളഴിഞ്ഞ പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. എനിക്ക് സന്തോഷമായി മോളെ. കള്ളി എന്ന് മുദ്രകുത്തി കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട ഒരു വേദനയും എനിക്കിപ്പോ അനുഭവപ്പെടുന്നില്ല ചേച്ചി. വസുമതി ചേച്ചി തളർച്ച വിട്ട് എഴുന്നേറ്റു എന്നറിഞ്ഞതു മുതൽ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ കവിയ. ശിവാലയ യാത്രയ്ക്ക് പോവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ ഇപ്പോ ഉള്ളൂ. ശിവാലയ യാത്രയ്ക്ക് ഇനിയും പോകാവുന്നതല്ലേ ഉള്ളൂ. നീ മോഷ്ടാവല്ല എന്ന് പരക്കെ അറിയപ്പെട്ടില്ലേ? നിരപരാധിയായ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കേണ്ടി വന്നതിൽ മഹാരാജൻ പരസ്യമായി ഖേദവും പ്രകടിപ്പിച്ചില്ലേ? അതിൽ പരം ഒരു അംഗീകാരവും ദൈവാധീനവും കിട്ടാനുണ്ടോ? എല്ലാ ഭാഗ്യങ്ങൾക്കും വഴിതെളിയിച്ചത് മീനാക്ഷി ചേച്ചിയുടെയും പൂങ്കുടിയുടെയും ശിവാലയാത്രയാണ്. അപ്പോ ക്ഷേത്രത്തിൽ എന്തൊക്കെയാ നടന്നത്? രത്നഹാരം മോഷണം പോയ ദിവസം ക്ഷേത്രത്തിൽ വന്ന ഭക്തരെയെല്ലാം കർപ്പൂര ദീപത്തിന്മേൽ കൈ കാണിച്ച് സത്യം ചെയ്യിപ്പിച്ചു. ആരുടെയും കൈ പൊള്ളിയില്ല, കനിമൊഴിയുടെ കൈയും പൊള്ളിയില്ല. പക്ഷേ ഭൈരവിയുടെ കൈ പൊള്ളി അടർന്നു. എല്ലാ സത്യവും അവൾ ഉച്ചത്തിൽ വിളിച്ചു കൂവി. രത്നഹാരം ഭൈരവിയെ ഏൽപ്പിച്ചത് കരികാലനാ.
മണ്ഡപത്തിൽ ഭാണ്ഡം വെച്ചിട്ട് കനിമൊഴി അന്നദാനത്തിന് പോയ തക്കം നോക്കിയ ഭൈരവി രത്നഹാരം ഭാണ്ഡത്തിൽ വെച്ചത്. എന്നിട്ട് രാജാവ് അവർക്ക് ശിക്ഷയൊന്നും വിധിച്ചില്ലേ? വിധിച്ചല്ലോ. ഭൈരവിക്കും കരികാലനും 101 ചാട്ടവാറടി വീതമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നന്നായി. 2 ദുഷ്ടജീവികളും ചാട്ടവാറടിയേറ്റ് പാഠം പഠിക്കട്ടെ. എവിടെ പാഠം പഠിക്കാൻ? കരികാലനങ്ങൊന്നും ഭൈരവി മാമിയും ഇനിയും പത്തിയെടുത്തിരിക്കും.